കോഴിക്കോട് ഗസ്റ്റ് ഹൗസ് ഇന്നലെ രാത്രി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചും സുരക്ഷാ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും ഒരു കാളരാത്രിയായിരുന്നു. രാഹുൽ ഗാന്ധിക്കൊപ്പം എത്തിയ പ്രിയങ്ക ഗാന്ധിയുടെ ഉറക്കം കെടുത്തിയതാകട്ടെ ഒരു മരപ്പെട്ടിയും. ഇത് ബുധനാഴ്ച രാത്രി വെസ്റ്റ് ഹിൽ ഗസ്റ്റ് ഹൗസിൽ നാടകീയ രംഗങ്ങൾക്ക് വഴിവെച്ചു. ഗസ്റ്റ് ഹൗസിന്റെ തട്ടുംപുറത്തായിരുന്നു മരപ്പെട്ടിയിരുന്നത്. ബുധനാഴ്ച രാത്രി 10:30 രാഹുലിനൊപ്പം എത്തിയ പ്രിയങ്ക ചർച്ചകൾക്ക് ശേഷം 11:30 മുറിയിൽ ഉറങ്ങാനെത്തിയത്. പുലർച്ചെ 2:30 തട്ടിൻ മുകളിൽ നിന്ന് ശബ്ദം കേട്ട് പ്രിയങ്ക ഉണർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. ഇതോടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും അമ്പരന്നു. സുരക്ഷാ വീഴ്ചയുണ്ടായോ എന്ന ആശങ്കയായി. എന്നാൽ വിവരമറിഞ്ഞ ഗസ്റ്റ് ഹൗസ് ജീവനക്കാരാണ് മരപ്പെട്ടിയാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ സുരക്ഷാ ജീവനക്കാർക്ക് ആശ്വാസം. ഇതിനിടെ മരപ്പെട്ടിയുടെ ഗന്ധം പ്രിയങ്കയെ വല്ലാതെ അസ്വസ്ഥയാക്കി. പോലീസ് മരപ്പെട്ടിയെ ഒതുക്കാൻ പ്രയത്നിച്ചെങ്കിലും കാര്യമുണ്ടായില്ല. അതോടെ താമസം റാവീസ് കടവ് ഹോട്ടലിലേക്ക് മാറാനുള്ള ആലോചനയായി. അവിടേക്ക് പോകാൻ വാഹനവ്യൂഹം ഉൾപ്പെടെ സൗകര്യങ്ങൾ ഒരുക്കാൻ സ്പെഷ്യൽ ബ്രാഞ്ചിന് നിർദ്ദേശവും ലഭിച്ചു. ഇതിനിടെ മരപ്പെട്ടി തട്ടിൻ മുകളിൽ നിന്ന് മാറിപ്പോയതോടെ ഗസ്റ്റ് ഹൗസിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു. ഇതോടെയാണ് സുരക്ഷാ ജീവനക്കാർക്ക് ജീവൻ വീണത്. എന്തായാലും പ്രിയങ്കയും രാഹുലും ഗസ്റ്റ് ഹൗസിലെ ജീവനക്കാരോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്തിട്ടാണ് ഡൽഹിക്ക് യാത്രയായത്. ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ജനസാഗരത്തെയാണ് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ഇരുവരും എത്തിയപ്പോൾ കണ്ടത്. ജനസാഗരം രാഹുൽ എന്ന ഒറ്റ വിളിയിൽ മാത്രം ഒതുങ്ങിയപ്പോൾ വയനാട് അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു നിന്നുപോയി. പ്രിയ നേതാക്കളെ ഒരു നോക്ക് കാണാൻ ജനസാഗരം ചുരം കയറി വന്നതോടെ വ്യാഴാഴ്ച രാത്രി മുതൽ കൽപ്പറ്റ നഗരവും പ്രദേശവും UDF പ്രവർത്തകരുടെ നിയന്ത്രണത്തിലായിരുന്നു. SPGക്കും പോലീസിനും രാഹുൽ വിളിക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നുവെന്ന് പറയേണ്ടി വരും. നീണ്ട കാത്തിരിപ്പിന്റെ മണിക്കൂറുകൾ പിന്നിട്ട് രാവിലെ 11 മണിയോടെ കൽപ്പറ്റ SKJM ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ രാഹുലും പ്രിയങ്കയും ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയതോടെ ആവേശം അതിന്റെ 100 ഇരട്ടിയിലായി. പിന്നെ പത്രികാ സമർപ്പണത്തിനായി പ്രത്യേക സുരക്ഷാ വാഹനത്തിൽ ജില്ലാ കളക്ടറേറ്റിലേക്ക് പോയി. ജില്ലാ വരണാധികാരിയായ കളക്ടർ SR അജയ്കുമാറിന്റെ മുൻപാകെ 4 സെറ്റ് പത്രികയാണ് രാഹുൽ സമർപ്പിച്ചത്. വയനാട് മലപ്പുറം DCC പ്രസിഡന്റുമാരും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു. കാത്തുനിന്ന പ്രവർത്തകർ മുദ്രാവാക്യം വിളിയോടെ കൂടെ പോയെങ്കിലും കളക്ടറേറ്റ് കവാടത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞു. സൂചി കിട്ടാൻ പോലും ഇടമില്ലാതായി പോയ കൽപ്പറ്റയിലെ നഗരത്തിലൂടെ ജനസാഗരത്തെ പേരിച്ച് എങ്ങനെ റോഡ് ഷോ നടത്തുമെന്നതായിരുന്നു അധികൃതർക്ക് മുന്നിലെ അടുത്ത വെല്ലുവിളി. പക്ഷേ പഴയ സ്റ്റാൻഡ് പരിസരം മുതൽ കളക്ടറേറ്റ് വരെ തമ്പടിച്ചു നിന്ന ജനങ്ങളെ നിരാശരാക്കാൻ രാഹുലും പ്രിയങ്കയും തയ്യാറായില്ല. ഉച്ചയ്ക്ക് 12:30 പഴയ സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് പിന്നെ റോഡ് ഷോ ആരംഭിച്ചത്. തുറന്ന വാഹനത്തിൽ കനത്ത സുരക്ഷയിൽ രാഹുലും പ്രിയങ്കയും പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് മുന്നോട്ട് നീങ്ങിയപ്പോൾ ജനങ്ങളുടെ ആവേശത്തെ നിയന്ത്രിച്ചു നിർത്താൻ ചെറുതായൊന്നുമല്ല സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പണിപ്പെടേണ്ടി വന്നത്. തങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്ക് അതിന്റെ എല്ലാ അർത്ഥത്തിലും ആവേശത്തിലും പ്രവർത്തകർ വരവേൽപ്പ് നൽകിയപ്പോൾ നിങ്ങളോടൊപ്പം എന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു രാഹുലിന്റെയും പ്രിയങ്കയുടെയും ഓരോ ചലനങ്ങളും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.